ഹായ് ഫ്രണ്ട്സ്, സ്നേഹൂഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കറിയുണ്ട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു താറാവ് കറിയാണ്. പല രീതിയിൽ താറാവ് കറി പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാൻ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡ് വളരെ ടേസ്റ്റിയുമാണ്. അപ്പൊ ആ മെത്തേഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു താറാവ് കറി റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു താറാവ് കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 1 കിലോ താറാവ് ഇതുപോലെ സ്കിന്നോട് കൂടി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോഴേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. ഇത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ താറാവിറച്ചി അത്യാവശ്യം വേവുള്ളതാണ്. അപ്പം നമ്മളിതൊരു കുക്കറിലാണ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഓരോ പീസസും ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കേട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ താറാവിറച്ചി ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ 1 കിലോ താറാവിറച്ചിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ കറി പ്രിപ്പയർ ചെയ്തെടുക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് വലിയ ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പൂ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 സവാള, ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പീസസാണ്. എന്നാലും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള എല്ലാം കളറൊക്കെ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തീയാക്കിയതിന് ശേഷം
ഇതിലേക്ക് ഓരോ പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് വാടി പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ ഡക്കിൻ്റെ പീസസ് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാനിതിലേക്ക് വിനാഗിരി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഒരു തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു പുളിപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തക്കാളി ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള താറാവ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പീസ് ഒന്ന് വെന്തോന്ന് നോക്കാം. നമ്മുടെ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അധികം തിളക്കാനൊന്നും പാടില്ല. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഇറക്കണം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്പെഷ്യൽ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല രീതിയിലും നമ്മൾ ഈ താറാവ് കറി പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാൻ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചത്. വളരെ സ്വാദിഷ്ടവുമാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ സ്വാദിഷ്ടമായിട്ടുള്ള താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.